ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് 2020 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ കളിക്കില്ലെന്ന പ്രഖ്യാപനവുമായി പാകിസ്ഥാൻ സർക്കാർ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് തീരുമാനം അറിയിച്ചത്. ടൂർണമെന്റിൽ പങ്കെടുക്കുമെന്നും പ്രഖ്യാപനം. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഖിലാഫ് അഹമ്മദ് ചേരുന്നു വിവരങ്ങളുമായി. ഖിലാഫ്, ഈ മണിക്കൂറിലെ തന്നെ ഒരുപക്ഷെ ലോകം ശ്രദ്ധിക്കുന്ന വാർത്തകളിൽ ഒന്നുകൂടിയായി ഇത്തരം പ്രഖ്യാപനങ്ങൾ മാറും. പാകിസ്ഥാൻ സർക്കാർ എന്തൊക്കെയാണ് പറയുന്നത്? തീർച്ചയായും ആനന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് അറിയാവുന്നതുപോലെ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു വാർത്ത തന്നെയാണ്. ഈ ലോകം മുഴുവനും ഒരു കാത്തിരിക്കുന്ന ഒരു മത്സരത്തിന് മുൻപോടിയാണ് ഈ ഒരു പ്രഖ്യാപനം വന്നത് എന്നതും ശ്രദ്ധേയമാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ എപ്പോഴും ഏത് മത്സരം നടക്കുമ്പോഴും അതൊരു ക്ലാസിക് പോരാട്ടത്തിനായാണ് വിലയിരുത്തുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ഏഷ്യ കപ്പിൽ ഉൾപ്പെടെ വിവാദങ്ങൾ മുതലായ മത്സരം കൂടിയാണ് ഈ ഇന്ത്യ പാക് പോരാട്ടം. ഇതിലാണ് ഒരു നിർണായക തീരുമാനമായിരിക്കുന്നത്. 2020 ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ മത്സരത്തിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറിയിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ബംഗ്ലാദേശിനെ ഈ ഒരു ടൂർണമെന്റിൽ നിന്ന് വിലക്കിയതിൽ, അതായത് ഒഴിവാക്കിയതിൽ നിന്ന് പിന്നാലെ പ്രതിഷേധിച്ചിട്ടാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ഒരു കുറച്ചു കാലങ്ങളായി ഇന്ത്യയും അതേപോലെ തന്നെ പാകിസ്ഥാനും തമ്മിൽ ICC ഇവന്റുകളിൽ അല്ലാതെ മറ്റ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നില്ല. ഈ ഒരു സമയത്തായിരുന്നു ഏറ്റവും കാത്തിരുന്ന, അതേപോലെ ഈ ലോകകപ്പിലെ ഒരു ക്ലാസിക് മത്സരം എന്ന രീതിയിൽ പ്രതിഷ്ഠിച്ചിരുന്ന ഒരു മത്സരത്തിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറുന്നത്. കഴിഞ്ഞ ഏഷ്യ കപ്പിലടക്കം, അതായത് ഹാൻഡ് ഷേക്ക് വിവാദവും അതേപോലെ തന്നെ ട്രോഫി വിവാദവും അതേപോലെ തന്നെ ആംഗ്യങ്ങൾ തമ്മിലുള്ള വിവാദം ഒക്കെ ഉടലെടുത്തിരുന്ന ഒരു മത്സരം കൂടിയാണ്. ഈ ഒരു മത്സരത്തിൽ നിന്നാണ് ഒരാഴ്ച ശേഷിക്കെയാണ് ഈ ഒരു മത്സരത്തിൽ നിന്ന് പിന്മാറിയത്. ഫെബ്രുവരി ഈ മാസം 15-നാണ് ഈ മത്സരം കൊളംബോയിൽ നിശ്ചയിച്ചിരുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ ഈ ഒരു ടൂർണമെന്റിനായി വരുന്നില്ല. പകരം ശ്രീലങ്കയിലാണ് പാകിസ്ഥാന്റെ എല്ലാ മത്സരങ്ങളും നടക്കുന്നത്. അതിന് മുന്നോടിയായാണ് കൊളംബോയിൽ നടക്കേണ്ട മത്സരത്തിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മൊഹ്സിൻ നഖ്വി, പാക് ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷനായിട്ടുള്ള മൊഹ്സിൻ നഖ്വി തന്നെ അറിയിച്ചിരുന്നു. അതായത് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കണമോ, ടൂർണമെന്റിൽ പങ്കെടുക്കണമോ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരായ മത്സരത്തിൽ പങ്കെടുക്കണമോ എന്നതിൽ സർക്കാരിന്റെ തീരുമാനം അന്തിമമായിരിക്കും. ആ ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. സർക്കാർ സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതായത് ടൂർണമെന്റിൽ കളിക്കും, എന്നാൽ ഇന്ത്യക്കെതിരായ മത്സരത്തിൽ 15-ാം തീയതി നടക്കുന്ന കൊളംബോയിൽ നടക്കുന്ന മത്സരത്തിൽ പാകിസ്ഥാൻ കളിക്കില്ല എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനമാണ്. അതേപോലെ തന്നെ ICCയുടെ പ്രതികരണം നമ്മൾ ഇതിൽ നിർണായകമായിരിക്കും. കാരണം നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരു ക്ലാസിക് പോരാട്ടമാവുന്നത് പോലെ തന്നെ ഇതിൽ സ്പോൺസർഷിപ്പ് സംബന്ധമായ പരസ്യദാതാക്കളുടെ അടക്കമുള്ള വരുമാനത്തിൽ ഇതിൽ ഗണ്യമായ കുറവുണ്ടാകും. ഇതൊക്കെ കണക്കിലെടുത്ത് ഒരു നടപടി എടുക്കുമോ എന്നതിലും ഒരു അനിശ്ചിതത്വം തുടരുന്നുണ്ട്. ആനന്ദ്, ഖിലാഫ് പറഞ്ഞതുപോലെ നിരാശാജനക